നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഭൂനിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി. വണ്ടൂരിലെ ജനങ്ങളുടെ പരാതികൾ ഉടൻ പരിഹരിക്കുക സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. റവന്യൂ കമ്മീഷണറേറ്റിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. കനകക്കുന്നിൽ ഒരുങ്ങുന്ന ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സാംസ്കാരികം ടൂറിസം വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിക്കുമെന്ന് മന്ത്രി എം. ലിജു. സംസ്ഥാന സ്പെഷ്യൽ LA ഓഫീസുകളിലെ 246 തസ്തികകൾക്ക് തുടർച്ച അനുമതി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി രണ്ടാം ഭൂപരിഷ്കരണത്തിന് സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കളമശ്ശേരിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന് അന്നം തരുന്ന കർഷകരോടുള്ള ആദരവും കാർഷിക വൃത്തിയോടുള്ള ബഹുമാനവുമാണ് കർഷക ദിനാഘോഷങ്ങളിലൂടെ നാട് പ്രകടിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളിൽ ആകാശവും നിഴലും നോക്കി കൃത്യമായി കാലാവസ്ഥ പ്രവചിച്ചിരുന്ന രീതി മാറി. ഇന്ന് കാർഷിക കലണ്ടർ തന്നെ താളം തെറ്റിയ അവസ്ഥയിലാണ്. ഇത്തരം പ്രതിസന്ധികളുടെ ആദ്യ ഇരകൾ പാവപ്പെട്ട കർഷകരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പഠിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി. സിദ്ദിഖിനെയും അദ്ദേഹത്തിന്റെ ടീമിനെയും മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ചടങ്ങിൽ പാരമ്പര്യ വിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള പ്രഥമ അവാർഡും മറ്റ് കർഷക അവാർഡുകളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കാർഷികോത്പാദന കമ്മീഷണറുമായ മിൻഹാജ് അലം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം. ജോൺ, എം.പിമാർ, എം.എൽ.എമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൂരിലെ ജനങ്ങളുടെ പരാതികൾ ഉടൻ പരിഹരിക്കുക സർക്കാർ ലക്ഷ്യം എന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. വിവിധ ആവശ്യങ്ങളും പരാതികളും ഉദ്യോഗസ്ഥർക്കും അധികൃതർക്കും നൽകി വർഷങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്നും നടപ്പാക്കുന്നവ ഉടൻ തീർപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി എ.പി. അനിൽകുമാർ. വണ്ടൂരിൽ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം ആലിപ്പറ്റ ജമീല മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് ജനസാക്ഷ്യം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ 6 പേർക്ക് BPL റേഷൻ കാർഡ് മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിയ അദാലത്തിൽ 25 ഉദ്യോഗസ്ഥർ അനേകം പരാതികൾ പരിശോധിച്ചു. പരാതി നൽകിയവർക്കെല്ലാം രസീത് നൽകി. പരാതികൾ വിശദമായി പരിശോധിച്ച് സ്വീകരിക്കാവുന്ന തുടർ നടപടികൾ സംബന്ധിച്ച് പരാതിക്കാരെ അറിയിക്കും. റവന്യൂ കമ്മീഷണറേറ്റിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. തിരുവനന്തപുരം ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും നന്മയുള്ള മനുഷ്യരാകുകയും രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യണമെന്ന് സഫ്ന നസറുദ്ദീൻ പറഞ്ഞു. ജീവനക്കാർ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. കമ്മീഷണറേറ്റിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങിൽ ശ്രീമതി ബേബി ഷാഗിനി സ്വാഗതവും അസിസ്റ്റന്റ് കമ്മീഷണർ വി. ജയമോഹൻ നന്ദിയും അറിയിച്ചു. കനകക്കുന്നിൽ ഒരുങ്ങുന്ന ഓണം ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സാംസ്കാരികം ടൂറിസം വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് കനകക്കുന്നിൽ ഒരുങ്ങുന്ന ട്രേഡ് ഫെയർ ആൻഡ് എക്സിബിഷൻ സാംസ്കാരികം ടൂറിസം സിനിമാ വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുമെന്നും ഈ ആഘോഷം എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഓണം ട്രേഡ് ഫെയറിന്റെ ഭാഗമായി 100-ലധികം സ്റ്റാളുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ,
കൊമേഴ്സ്യൽ സ്റ്റാളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഓഗസ്റ്റ് 30 വരെയാണ് ട്രേഡ് ഫെയർ നടക്കുന്നത്. നന്ദൻകോട് വാർഡ് കൗൺസിലർ KR ക്ലീറ്റസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ ധന്യ സുരേഷ്, വിവിധ കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ V ശരത്ചന്ദ്ര പ്രസാദ്, MA വാഹിദ്, നെയ്യാറ്റിങ്കര സനൽ, മരിയാപുരം ശ്രീകുമാർ, തൊളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമി ഷംനാഥ്, നേമം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത L, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിക്കുമെന്ന് മന്ത്രി M ലിജു. എക്സൈസ് വകുപ്പിൽ സമഗ്ര മാറ്റങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആദ്യമായി സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിക്കുമെന്ന് എക്സൈസ് മന്ത്രി M ലിജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാതെ നിലവിലുള്ള തസ്തികകൾ പുനഃക്രമീകരിച്ചും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകിയും ബ്യൂറോ പ്രവർത്തനം ആരംഭിക്കും. വകുപ്പിലെ വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനം ആധുനീകരിക്കുമെന്നും തസ്തികകളിൽ പ്രൊഫഷണൽ സമീപനം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്പെഷ്യൽ LA ഓഫീസുകളിലെ 246 തസ്തികകൾക്ക് തുടർച്ചാ അനുമതി. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 13 LA ജനറൽ സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസുകളിലെ 246 തസ്തികകൾക്ക് 2026 ഏപ്രിൽ 1 മുതൽ ഒരു വർഷക്കാലത്തേക്ക് തുടർച്ചാ അനുമതി നൽകി സർക്കാർ ഉത്തരവായി. 20/8/2026 തുടർച്ചാ അനുമതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ റിവർ മാനേജ്മെന്റ് സെന്റർ GIS സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് ഒരു വർഷത്തേക്ക് കരാർ നിയമനം നടത്തുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോട് കൂടി MA അഥവാ MSCയും UGC അഥവാ CSIR നെറ്റും നദീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ്. ഓഗസ്റ്റ് 31-നകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 236 5559, 0471 2362 885 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിലെ ഒഴിവിലേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമാന ശമ്പള സ്കെയിലിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സെപ്റ്റംബർ 5 മുമ്പായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കാഞ്ഞാണി റോഡ്, SN പാർക്ക്, പൂത്തോൾ PO, തൃശൂർ, പിൻകോഡ് 680004 എന്ന വിലാസത്തിൽ അയക്കണം. വിശദ വിവരങ്ങൾക്ക് 0487 238 6871 എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.